പക്ഷേ ഇന്നത്തെ പത്രങ്ങളിലെല്ലാം ഇപ്പൊ നമ്മളതിൽ മാതൃഭൂമി മംഗളേ ഉള്ളൂ, ബാക്കി പത്രങ്ങളൊക്കെ മാഷ് വായിച്ചു കാണും എന്നാണ് എൻ്റെ വിശ്വാസം. മാതൃഭൂമി പറയുന്നത് നീതിഹാസം, ബീഹാറിൽ NDAയുടെ തേരോട്ടം, BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയാകും, മഹാസഖ്യത്തിന് വൻ പതനം. ഇത് പറഞ്ഞിട്ട് നിതീഷ് കുമാറിനെ എല്ലാവരും കൂടി എടുത്ത് പൊക്കുന്ന ഒരു കാഴ്ച, മോദി അതിന്റെ സൈഡിൽ ഇങ്ങനെ എല്ലാത്തിനും കൈ ഉയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു വാർത്തയാണ് മാതൃഭൂമി. മംഗളത്തിലും അങ്ങനെയാണ്. ബീഹാറിൽ NDA മഹാവിസ്ഫോടനം, വോട്ട് ചോരി തോറ്റു, വോട്ട് വാരി ജയിച്ചു, എന്നിട്ട് തകർന്നടിഞ്ഞ് ഇന്ത്യ മുന്നണി, NDA 202, മഹാസഖ്യം 35, മറ്റുള്ളവർ 6, BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, നിതീഷ് കുമാർ തന്നെ വീണ്ടും മുഖ്യമന്ത്രി, തേജസ്വിയായി നിതീഷ് മോദി എന്ന് പറഞ്ഞുകൊണ്ടാണ് മംഗളം കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഇപ്പൊ സുപ്രഭാതമായാലും മാധ്യമമായാലും മനോരമയായാലും മറ്റ് പത്രങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ്. പക്ഷേ ഇപ്പോഴും സുപ്രഭാതം കൊടുത്തിരിക്കുന്നത് നിതീഷിന് ഭരണ തുടർച്ച, എല്ലാ സീറ്റുകളിലും മഹാഭൂരിപക്ഷ സീറ്റുകളും നേടി ബീഹാറിൽ വീണ്ടും NDA, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നന്നാവാത്ത ഒരു പത്രമുണ്ട്, നമ്മുടെ ദേശാഭിമാനി. അവരിതൊന്നും അറിഞ്ഞിട്ടില്ല, പക്ഷെ അവർ വാർത്ത കൊടുത്തിട്ടുണ്ട്. വോട്ടെണ്ണൽ വർഗീയ ധ്രുവീകരണം, ബീഹാറിൽ വീണ്ടും NDA, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 89 സീറ്റോടെ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, JDUവിന് 84 സീറ്റ്, CPI-ML 2 CPIM 1 സീറ്റിലും ജയിച്ചു, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഭരണ സംവിധാനങ്ങളൊക്കെ ദുരുപയോഗിച്ച് വർഗീയ ധ്രുവീകരണമൊക്കെ നടത്തി BJP വോട്ട് വാങ്ങി എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാവരും ഈ നന്നായി, കേരളത്തിലെ പല പത്രങ്ങളും പലരും നന്നായി. പക്ഷെ ഇപ്പോഴും നന്നാവാത്ത ദേശാഭിമാനി മാത്രമാണ്. എന്താണ് മാഷെ ദേശാഭിമാനി ഇനിയും സത്യം മനസ്സിലാക്കാത്തത്? ദേശാഭിമാനി ഒരു പത്രം എന്ന നിലക്ക് പലപ്പോഴും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പോലും വിമർശിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയമാണ്. ആശയവിനിമയം നിർവഹിക്കുന്നതിനോടൊപ്പം ഒരു പാർട്ടിയുടെ ഓർഗനായി, അതിൻ്റെ വക്താവായി പ്രവർത്തിക്കുന്ന സമയത്ത് ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും ആ പാർട്ടിയുടെ കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കാം. പക്ഷേ വാർത്തകളെ നമുക്ക് അങ്ങനെ പാർട്ടിയുടെ വക്താവ് വായിക്കുന്നത് പോലെ വായിച്ച് പത്രമിറക്കി കഴിഞ്ഞാൽ ആ പത്രത്തിൻ്റെ വായനക്കാരെന്ന് പറയുന്നത് പാർട്ടിയിലെ തന്നെ ചെറിയ ഒരു ന്യൂനപക്ഷമായിട്ട് മാറും. പത്രത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിർവഹിക്കപ്പെടാത്ത അവസ്ഥയിലേക്ക് പോകും. ദേശാഭിമാനിയുടെ സ്ഥിതി അതാണ്. ദേശാഭിമാനി ഇടതുപക്ഷത്തിന് പോലും സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ ഒരു പത്രപ്രവർത്തനം നടത്തുന്ന പത്രമല്ല. അത് പാർട്ടിയുടെ ഒരു ഗസറ്റാണ് എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ പോലും ഗസറ്റല്ല എന്നുള്ളതാണ്. പാർട്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് രീതിയിൽ നിർവഹിക്കാത്ത ഒരു പത്രമായിട്ട് ആ പത്രം മാറിക്കഴിഞ്ഞു. ഇന്ന് ആ പത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനത്തിൽ ശരിയായിട്ടുള്ള ഒരു മാർക്സിയൻ കാഴ്ചപ്പാടോടുകൂടി അല്ലെങ്കിൽ ഇടതുപക്ഷ കാഴ്ചപ്പാടിൽ വിശകലനം അവർ നടത്തിയോ എന്നുള്ളത് നമ്മൾ ആ വാർത്ത കാണുന്ന സമയത്ത് സംശയത്തോടെ നോക്കണം. അവർക്ക് അങ്ങനത്തെ ഒരു വിശകലനമില്ല, ഒരു ഇടതുപക്ഷ വിശകലനവും അതിനകത്തില്ല. CPM-ൽ 2 സീറ്റ് ജയിച്ചു എന്നും CPM 1 സീറ്റ് ജയിച്ചു എന്ന് പറയുന്നതല്ല പത്രധർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പത്രത്തിൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല വേണം. എന്തുകൊണ്ട് അവിടെ NDA ജയിച്ചു? പല തെരഞ്ഞെടുപ്പുകളും NDA ജയിക്കുന്ന സമയത്ത്, BJP ജയിക്കുന്ന സമയത്ത് BJPയുടെ വർഗീയ കാർഡ് ഇളക്കി മതപരമായിട്ടും ജാതീയമായിട്ടും ധ്രുവീകരണം നടത്തി ഒക്കെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച പല തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പിൽ അവർ വർഗീയത പറഞ്ഞു ഇല്ല. വർഗീയത എന്ന് പറയുന്നത് അവിടെ ഒരിടത്തും BJP പറഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ NDAയും പറഞ്ഞിട്ടില്ല. അപ്പം വർഗീയത മാറ്റിവെച്ചൊരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ അങ്ങനെ തന്നെ കാണേണ്ടതാണ്. അങ്ങനെ കാണാതെ അതും വർഗീയതയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് വർഗീയത എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം ദേശാഭിമാനി കൃത്യമായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ വർഗീയത പറഞ്ഞ് അവർ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് BJP വർഗീയമായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ എപ്പോഴും നേരിടുന്നത്. അങ്ങനെ നേരിടുമ്പോൾ അതാണ് വർഗീയത, അതവർ പറയുമ്പോൾ അത് പറഞ്ഞാൽ അത് ആളുകൾക്ക് മനസ്സിലാവും. അതിന് പകരം BJP പോലും ഭയപ്പെട്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ വർഗീയത പറഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം വേറെ. ബീഹാർ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നേരിടേണ്ടതെന്നും അതിലൂടെ എങ്ങനെ വിജയം കൊയ്തെടുക്കാനായിട്ട് കഴിയും എന്ന് കൃത്യമായിട്ട് പഠിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ച
ഒരു സംവിധാനമാണ് വൻ ഭൂരിപക്ഷം എന്ന് വെച്ചാൽ 200 സീറ്റിലധികം നേടാനായിട്ട് NDA എന്ന് പറയുന്ന ആ ഐക്യമുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഭരണം, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കാൻ ആരംഭിച്ച കാലം മുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ഈ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഗവേണൻസിനെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടെന്ന് പറഞ്ഞ ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് ആണ് എന്നുള്ളതാണ്. ആ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ജയപ്രകാശ് നാരായണനെ പോലെ അദ്ദേഹത്തിൻ്റെ നേതാവായിരുന്ന വ്യക്തി കണ്ടിരുന്നത് പോലെ നടപ്പാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ബീഹാറിലെ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ സമാശ്വാസം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ മുന്നോട്ട് വെക്കാൻ നിതീഷ് കുമാറിന് എപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. നിതീഷ് കുമാറിനോടൊപ്പം നിന്നുകൊണ്ടാണ് BJP അവിടെ എന്ത് ചെയ്യുന്നത്, BJPയുടെ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. BJPക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ബീഹാറിൽ ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് കൃത്യമായിട്ട് BJPക്ക് ഉണ്ട്. പക്ഷേ ഭരണം BJPയുടെ തന്നെ ആയിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് അവർ BJP കഴിഞ്ഞ തവണയും അവരുടെ ഭരണകക്ഷിയുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നു. BJPകൾ വളരെ കുറവ് സീറ്റ് ഉള്ള നിതീഷ് കുമാറിനെയാണ് അവർ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയാക്കിയിരുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോഴും അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രിയാക്കിയിട്ടേ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. കാരണം യഥാർത്ഥത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയിച്ചത് നിതീഷ് കുമാറാണ്. നിതീഷ് കുമാർ ആണ് വിജയിച്ചത് എങ്കിലും അതിൻ്റെ നേട്ടം മിക്കവാറും കൊയ്തെടുത്തത് BJP ആണ് എന്നുള്ളതാണ് സത്യം. ഈ സത്യമൊക്കെയാണ് ദേശാഭിമാനി ജനങ്ങളോട് പറയേണ്ടത്. എന്തുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്ന് ചോദിച്ചാൽ നിതീഷ് കുമാർ മുന്നോട്ട് വെച്ച ഈ വെൽഫെയർ പൊളിറ്റിക്സ് എന്ന് പറയുന്നതിനാണ് പ്രാധാന്യമുണ്ട്. ആ വെൽഫെയർ പൊളിറ്റിക്സ് തന്നെയല്ലേ കേരളത്തിൽ പിണറായി വിജയൻ നടപ്പിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ട് മുമ്പ് ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ച്? വെൽഫെയർ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. ആശാവർക്കർമാർക്ക് അവർ ഒരു വർഷക്കാലത്തിൽ അധികമായി സമരം ചെയ്തിട്ട് പോലും വർദ്ധിപ്പിക്കാതിരുന്ന അവരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ച് എന്തുകൊണ്ട് കൊടുത്തു? ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരു വട്ടം, 2 വട്ടം, ഇനി 3-ാം വട്ടവും ഒക്കെ ഈ CPM അധികാരത്തിൽ വരുന്നു എന്ന് ദേശാഭിമാനി എഴുതുമ്പോൾ ദേശാഭിമാനി മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് ചെയ്തിട്ടാണ് വീണ്ടും അധികാരത്തിലേക്ക്? വെൽഫെയർ പൊളിറ്റിക്സ്, ക്ഷേമത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയം ഒരു വശത്തും, മറുവശത്ത് വികസനത്തിൻ്റെ രാഷ്ട്രീയം. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെ ഇപ്പോൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങൾ. ഒരു വശത്ത് വെൽഫെയറിസവും മറുവശത്ത് വികസനവും. ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സും വെൽഫെയർ പൊളിറ്റിക്സും ഈക്വലായിട്ട് സംഗമിക്കുന്ന സമയത്താണ് വിജയസൂത്രം എന്ന് പറയുന്നത് രൂപപ്പെട്ടു വരുന്നത് എന്ന് ഓരോ തെരഞ്ഞെടുപ്പും ഓരോ പാർട്ടിയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അത് കൃത്യമായിട്ട് നിറവേറ്റിയ ഒരു സംവിധാനമാണ് ബീഹാറിൽ NDA ഇത്ര വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത്. എന്നുവെച്ചാൽ നിതീഷ് കുമാർ മുന്നോട്ട് വെച്ച ഒരു സോഷ്യലിസ്റ്റ് ഐഡിയോളജി ഉണ്ട്. അതോടൊപ്പം തന്നെ വളരെ അച്ചടക്കത്തോടും ചിട്ടയോടും പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനം BJPയുടെ ഭാഗത്തുനിന്ന് പ്രവർത്തിക്കുന്നു. അത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് വിജയം എന്ന് പറയുന്നത് എളുപ്പമാണ് എന്ന് ബീഹാർ തെളിയിച്ചിരിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കാനായിട്ട് പറ്റാതെ പോവുകയും രാഷ്ട്രീയമായിട്ടുള്ള ശരി കണ്ടെത്താൻ കഴിയാതെ പോകുമ്പോൾ വരുന്ന ഒരബദ്ധമാണ് ദേശാഭിമാന വാർത്ത എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേശാഭിമാനിയുടെ വാർത്ത കൊണ്ട് ദേശാഭിമാനിക്കോ ഇടതുപക്ഷത്തിനോ ഒരു ഗുണവുമില്ല. മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇവർ പത്രം ഇറക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഗുണം വേണ്ട, ആ ഗുണം പോലും അവരെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.